മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടില്ലേ, നമ്മുടെ വൈറ്റമിനുകളുടെ കലവറയായ ചെറുപയർ തോരനാണ്. എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. ഹൈ പ്രോട്ടീന്, പിന്നെ കാൽസ്യം, അയൺ, അങ്ങനെ വൈറ്റമിൻ സി, അങ്ങനെ പല പല എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പയറുകൊണ്ട് നമ്മൾ നല്ല അതിനെ പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതൊരു തോരൻ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പം കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും പുട്ട് കഴിക്കാനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. എല്ലാത്തിനും നല്ലതാണ്. ഈ തോരൻ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 250 ഗ്രാം പയർ എടുത്ത് ഇന്നലെ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വെച്ചു. കുതിർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒന്നാമതായിട്ട് വെന്ത് കിട്ടും, പിന്നെ ഇതിൻ്റെ ഗുണവും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം കഴുകി എൻ്റെ അഴുക്കെല്ലാം മാറ്റി നമ്മൾ കുക്കറിലിട്ട്, പിന്നെ ഇത് ആ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് വേവാനുള്ള വെള്ളം വെക്കാവുള്ളൂ, മുങ്ങി നിൽക്കേണ്ട. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത്, നമ്മൾ ഉപ്പിടുമ്പം പയറുവർഗ്ഗത്തിനൊക്കെ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഉപ്പ് കൂടിയാൽ പിന്നെ ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ നമ്മളിതിന് പുട്ടിനായിട്ട് ഞാൻ ഇപ്പം നമ്മുടെ പുട്ടുകൂടം കിഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ പല രൂപത്തിലാണ് ഇപ്പോൾ പുട്ടുണ്ടാക്കുന്നത്. ഇന്നിപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് തേങ്ങാപ്പീര ഇട്ട് കുഴച്ച് മിക്സിക്കകത്തിരുന്ന് ക്രഷ് ചെയ്ത് നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് വാരിയിട്ടാണ് ഞാൻ ഇന്ന് പുട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പയറിൻ്റെ കൂടെ ഇന്ന് പുട്ട് കഴിക്കാൻ വേണ്ടിയാണ് പുട്ടുണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ കുക്കറിൽ ഒരു വിസിലടിച്ചു, നമ്മുടെ പയർ വെന്തു. ഒരു വിസിലടിക്കുമ്പോഴേ നമ്മുടെ പയർ വേവും. അപ്പോൾ നമ്മൾ ആവി കളഞ്ഞ് എയർ കളഞ്ഞ് നമ്മുടെ ആ പയർ തുറന്ന് എടുക്കണം, അല്ലെങ്കിൽ അത് അളിഞ്ഞു പോവും. പിന്നെ ഇതിന് അരപ്പിന് ആയിട്ട് ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ജീരകം എന്നിവയാണ് നമ്മൾ തോരന് തയ്യാറാക്കാനായിട്ട് ചതച്ച് കൂട്ടിയെടുക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം നമ്മുടെ പയറെല്ലാം നല്ല വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് വെന്തു, പൊടിഞ്ഞിട്ടില്ല, ഒന്നി തൊടാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി നമുക്കിതിനകത്ത് കടുക് തളിക്കാനായിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനൊരു 3-4 ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും ഒരു കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ചു. നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും ഇട്ട് ുണ്ട്. അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പിന്നെ ചെറിയ ഉള്ളി, അതായത് ഉള്ളി എന്നാണ് നമ്മളിവിടെ കോമണായിട്ട് പറയാറ്, ചുവന്നുള്ളി. അപ്പോൾ ചുവന്നുള്ളി കടുക് വറക്കാനായിട്ട് നമ്മൾ 3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഈ കടുക് പൊട്ടി കഴിയുമ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെ എന്ന് പറയുമ്പോൾ അത് തോരനൊക്കെ നല്ലൊരു മണവും നല്ല ഒരു രുചിയുമാണ് ഇങ്ങനെ ചേർത്താൽ. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് വറ്റൽമുളക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കും. ഈ വറ്റൽമുളകും ഒന്ന് മൂത്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നമ്മൾ ചതച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് ആദ്യം ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മുടെ ഈ അരപ്പിനകത്ത് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഉള്ളത് അത് വേവണം. അതിനാണ് നമ്മൾ എന്നിട്ടിത് കൂട്ടി ഇളക്കി ഡ്രൈ ആക്കത്തില്ല. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ വെള്ളത്തിനകത്തും അത് വരണം. അതിന് നമ്മൾ ആ പയറും കൂടെ അതിൻ്റെ പുറത്തങ്ങ് മൂടി ഇട്ട് കൊടുക്കുക. അപ്പം മൂടിക്കിടന്ന് നമ്മുടെ ആ വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും എല്ലാം ഒന്ന് വേവും. അല്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല, ഒരു ടേസ്റ്റ് കാണത്തില്ല ഇങ്ങനെ വെന്തില്ലെങ്കിൽ. നമ്മളിങ്ങനെ അരപ്പ് ഇട്ട് കഴിഞ്ഞ ഉടനെ ഇത് കൂട്ടി ഇളക്കിയാൽ അന്നേരം ആ അരപ്പ് വേവത്തില്ല. ആ പച്ച ചുവയ്ക്ക്, ഞാൻ വെളുത്തുള്ളിയുടെ പച്ച ചുവയ്ക്ക് നല്ല ഒരു ടേസ്റ്റ് കാണത്തില്ല. നമ്മളൊരു 1-1.5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൂട്ടി ഇളക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഒക്കെ ഒരുമാതിരി വെന്ത് പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് കാണും. ഇച്ചിരി കൂടുതൽ നേരം അടച്ചു വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ കരിയുന്നുണ്ടോയെന്നിടയ്ക്ക്
ഒന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ വെളുത്തുള്ളിക്ക് നമ്മളിങ്ങനെയൊക്കെ കഴിക്കുക, നമ്മൾ പച്ചക്കൊന്നും കഴിക്കത്തില്ല. കഴിച്ചാൽ അത് നമുക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല. പിന്നെ നമ്മളിങ്ങനെ ഇത് കൂട്ടി ഇളക്കണം. ഒരു ഒന്നര മിനിറ്റ് കഴിഞ്ഞ് കൂട്ടി ഇളക്കുമ്പോൾ നമ്മൾ കുത്തി ഉടയ്ക്കാതെ തന്നെ അടുക്കി കൂട്ടി ഇളക്കി ഇങ്ങനെ പൂവ് പോലെ ഇങ്ങനെ ചിക്കി എടുക്കണം. എങ്കിലേ ഇത് കുഴഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. കുഴഞ്ഞു പോയാൽ ഇതൊട്ട് ടേസ്റ്റും വ്യത്യാസം കാണും. അപ്പോൾ നമ്മളിങ്ങനെ ചിക്കി തോർത്തി എടുത്ത് നമുക്ക് ഇതിൻ്റെ സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ ചിക്കിയതിന് ശേഷം ഒന്നുകൂടെ അടച്ചല്ലോ, ഇനി ചിക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുവാണ്. അടച്ചല്ലോ എന്നല്ല, അടച്ച് വെക്കുകയാണ്. അടച്ച് വെക്കുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് സെറ്റാകും, ഒന്നുകൂടെ കൂട്ടിച്ചേരും നമ്മുടെ ഈ അരപ്പും പയറും എല്ലാം കൂടെ. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്ന് ചിക്കി തോർത്തി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തോരൻ കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞിട്ടുമില്ല, എങ്ങും കട്ട കെട്ടിയിട്ടുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചീരത്തോരൻ കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും ഇതുപോലെ എല്ലാത്തിനും നല്ലതാണ്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് നന്ദിയും പറയുകയാണ്. എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന്. ഇനിയും ഇഷ്ടപ്പെടുവാണെങ്കിൽ മക്കളെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി പഴയതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണം മക്കളെ. അപ്പോൾ നമ്മുടെ പയറെല്ലാം നമ്മൾ പാത്രത്തിലേക്ക് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് കഴിക്കാനായിട്ട് പപ്പടവും കൂടെ വേണം. അപ്പോൾ പുട്ടും പയറും പഴവും പപ്പടവും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വേവ് കുറവുള്ളതാണോ കൂടുതലാണോ ഒരു പപ്പടം ഒരു മോനെന്നും ഇതിനെ കൊണ്ട് നമ്മൾ മേടിക്കത്തില്ല അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു കാരമുണ്ട്, അതിങ്ങനെ തല്ലിക്കുടഞ്ഞ് കളയണം, തട്ടി കളയണം. അല്ലെങ്കിൽ നമ്മൾ തുണി വെച്ച് തുടച്ച് കളയണം കേട്ടോ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ മറ്റുള്ള കറികൾക്കൊക്കെ ചേർക്കുമ്പോൾ അതൊരു പൊടി പോലൊക്കെ ആവും. നമ്മൾ ഈ തിളപ്പിക്കുന്ന വെളിച്ചെണ്ണ അപ്പോൾ തന്നെ നമ്മൾ കറികൾക്കൊക്കെ ഒന്ന് കടുക് വറുക്കാനെടുക്കും. പിന്നെ നമ്മൾ വെച്ചിരുന്ന് ഈ എണ്ണ ഉപയോഗിക്കത്തില്ല കേട്ടോ. അപ്പം ഊരിയുടെ കൂട്ട് നമ്മുടെ പപ്പടവും ഇങ്ങനെ പൊള്ളിച്ചെടുത്തു. അപ്പോൾ നമുക്കിനി പുട്ട് കഴിക്കാനായിട്ട് എടുക്കാം. പുട്ടെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അരിക് ചേർത്ത് നമുക്ക് കുറച്ചിങ്ങ് കോരിയെടുക്കാം. അപ്പോൾ എനിക്കാണ് ഇത് ഞാൻ കോരുന്നത്. ഒരു അരിക് ചേർത്ത് കുറച്ച് ഇങ്ങനെ കോരിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പഴവും ചെറുപയറും കൂടെ ചേർത്താണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, നമ്മുടെ പയറെടുത്തു. ഇനി നമ്മൾ പുട്ടെടുത്തു. ഇനി പയറും കൂടെ ചേർത്ത് നമ്മൾ ഈ പുട്ട് കഴിക്കുന്നത്. അപ്പോൾ മക്കളെ, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാ മക്കൾക്കും